ഗൈസ് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ 2D മോഷൻ ഡിസൈൻ അല്ലെങ്കിൽ മോഷൻ ഗ്രാഫിക്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമായ എൻവിയെ പരിചയപ്പെടുത്തിയത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ എൻവിയിൽ കാര്യമായ ഡെവലപ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. മൊത്തത്തിൽ ആ പ്രൊജക്റ്റ് ഡെഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് കുറച്ച് പേര് ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തിട്ട് ഫ്രിക്ഷൻ എന്ന പേരിൽ അതിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചും പുതിയ ഫീച്ചേഴ്സും ഒക്കെ ആഡ് ചെയ്ത് ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഫ്രിക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ എൻവിക്ക് വേണ്ടി കുറേ പ്ലഗിൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റിയൊന്നും വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഫ്രിക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത്. ഒപ്പം തന്നെ എൻവിയുടെ പ്ലഗിൻസ് ഈ ഫ്രിക്ഷനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ ഫ്രിക്ഷനെ പറ്റിയൊന്നും പറയുന്നില്ല. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻസ്റ്റാളിങ് മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രിക്ഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ശേഷം എൻ്റെ പ്ലഗിൻസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഒറിജിനലി ഈ പ്ലഗിൻസ് ഞാൻ എൻവിക്ക് വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇത് ഫ്രിക്ഷനകത്തും വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രിക്ഷൻ്റെ ഡൗൺലോഡ് ലിങ്ക്. ഓക്കെ, github.com friction 2D ഫ്രിക്ഷൻ എന്നാണ് ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിക്ഷൻ്റെ ഒരു പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫ്രിക്ഷനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഇത് വിൻഡോസ് 10നും വിൻഡോസ് 11നും അവൈലബിൾ ആണ്. പിന്നെ ഉബുണ്ടു 22.04 LTSനും പിന്നെ 23.04 അവൈലബിൾ ആണ്. ഫെഡോറ 38 അവൈലബിൾ ആണ്. എൻ്റർപ്രൈസ് ലിനക്സ് 9 അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടുത്താത്ത ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രോയ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോഴ്സ് കോഡിൽ നിന്ന് തന്നെ കമ്പൈൽ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സോഴ്സ് കോഡ് കമ്പൈൽ ചെയ്യാൻ അറിയാമെങ്കിൽ അത് വളരെയായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഏതാണ് ഉബുണ്ടു 22.04 LTS ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ വലത്തെ സൈഡിലായിട്ട് ഇവിടെ റിലീസസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. അതിൻ്റെ താഴെയായിട്ട് അവസാനമായിട്ട് ഇറങ്ങിയ വേർഷൻ ഏതാണോ അത് കൊടുത്തിട്ടുണ്ട്. അതാണ്ടല്ലേ 0.9.3 ആണ്. അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനേക്കാളും പുതിയ വേർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതാ നമ്മൾ എടുത്തു, താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഉബുണ്ടു 22.04 LTS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് കൊടുക്കുക. അപ്പം അത് ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. 6 MB വരുന്നുള്ളൂ കേട്ടോ. വളരെ ചുരുങ്ങിയ സൈസാണ് വരുന്നത്. കുറച്ച് നേരം എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കന്നേരം ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫ്രിക്ഷൻ. ഒരു ഡെപ്പ് പാക്കേജാണ് അല്ലേ, ഡേവിയൻ പാക്കേജാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. Ctrl+Alt+T പ്രസ് ചെയ്യുക. അപ്പോൾ ടെർമിനൽ ഓപ്പൺ ആയി വരും. ഓക്കെ, ശേഷം ഇത്രയേ ഉള്ളൂ കാര്യം. ടൈപ്പ് ചെയ്യുക sudo dpkg-i എന്നിട്ട് ഈ ഫയൽ മാനേജർ ക്ലോസ് ചെയ്യില്ല കേട്ടോ. ഈ ഫയൽ മാനേജറിൽ നിന്ന് ഈ ഒരു ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് ടെർമിനലോട്ട് ഇടുക. കണ്ടല്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അഡ്രസ്സ് സഹിതം ഇവിടെ കൊടുക്കുന്നതായിരിക്കും. കണ്ടല്ലേ, എന്നിട്ട് എന്ത് ചെയ്യണം, എൻ്റർ കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. നമുക്ക് ഇനിയും ടെർമിനൽ ക്ലോസ് ചെയ്യാം. ഇനിയും ടെർമിനലിൻ്റെ ആവശ്യമില്ല. എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രിക്ഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. സെർച്ചിനകത്തില്ല, ഫ്രിക്ഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രിക്ഷൻ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. അതാ ക്ലിക്ക് കൊടുക്കുക. നമുക്ക് ഫ്രിക്ഷൻ എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഈ ഫയൽ മാനേജർ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എൻവിയിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടൂൾസ് എല്ലാം വന്നിട്ട് ഇപ്പോൾ ഇടത്ത സൈഡിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ എൻവി പ്ലഗിൻസ് എങ്ങനെയാണ് ഫ്രിക്ഷനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫയർഫോക്സ് ചെല്ലാം. ഓക്കെ, നമുക്ക് ഫ്രിക്ഷൻ്റെ ആ ഡൗൺലോഡ് ലിങ്ക് ആ പേജ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ എൻവി പ്ലഗിൻസിൻ്റെ പേജ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ബേസിക്കായിട്ട് കുറേ പ്ലഗിൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറേ ജനറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങൾക്ക് തന്നെ പ്ലഗിൻ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതല്ലാതെ അതിൽ കൂടുതൽ പ്ലഗിൻസ് അതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പ്ലഗിൻ്റെ പേജ്. താഴെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ വേർഷൻ 1 ഉണ്ട്, വേർഷൻ 2 ഉണ്ട്. എന്താണ് ഈ വേർഷൻ 1ഉം വേർഷൻ 2 തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയാമോ? ചെറിയ കോഡിൻ്റെ വ്യത്യാസമാണ്. അതായത് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യേണ്ടത് എന്താ പറയുക, വേർഷൻ 1 എന്ന് ഉള്ളതിനകത്താണ് ഫയൽസാണ് ഇൻസ്റ്റാൾ ചെയ്താണ് നോക്കേണ്ടത്. അത് ട്രൈ ചെയ്ത് എന്തെങ്കിലും ഇറർ കാണിക്കുകയാണെങ്കിൽ മാത്രം വേർഷൻ 2.0 ഫയൽസ് ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. നേരത്തെ കൂട്ട് റിലീസസ് ഒന്നുമില്ല. ഓക്കെ, വളരെ എളുപ്പമാണ്. ഇവിടെ കോഡെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ടില്ലേ, കോഡില്ലേ, അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് സിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, വളരെ ചുരുങ്ങിയ സൈസാണ് കണ്ടില്ലേ, 251 KB ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാളായി. നമുക്ക് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ ഫയർഫോക്സ് ക്ലോസ് ചെയ്യാം.
ഓക്കെ. ശേഷം എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാക്റ്റ് ആയി. അപ്പോൾ ഇവിടെ 2 ഫോൾഡർ വന്നിട്ടുണ്ടല്ലേ, വേർഷൻ 1 പിന്നെ വേർഷൻ 2.0. ഓക്കെ. അപ്പോൾ ഓർക്കുക, വേർഷൻ 1.0 ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ടെക്സ്ചർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് വല്ല എററുമാണ് കാണിക്കുന്നതെങ്കിൽ വേർഷൻ 2.0-ക്കകത്തുള്ളത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പം ഞാൻ വേർഷൻ 1.0 ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ. ഇതാ ഇത്രയും ഫയൽസ് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ എന്താണ്, ഇതെല്ലാ ഫയൽസും സെലക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം സെലക്ട് ആവുന്നതായിരിക്കും. ഓക്കെ. എല്ലാം സെലക്ട് ആക്കുക. ഓക്കെ. ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, കോപ്പി കൊടുക്കുക. ശേഷം ഹോം ഫോൾഡറിൽ വരിക. ഇവിടെ ഒരു ഹിഡൻ ഫോൾഡറിനകത്താണ് നമ്മുടെ ഫ്രിക്ഷൻ്റെ ഫോൾഡർ ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതെങ്ങനെ കാണിക്കാൻ പറ്റും, ഇവിടെ മുകളിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുത്താലും മതി. അല്ലെങ്കിൽ കീബോർഡിലുള്ള കൺട്രോളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിഡൻ ഫോൾഡേഴ്സ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ. ഇവിടെ .config എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതിനകത്തില്ല. ഇവിടെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതിനകത്തില്ല. ഷെയ്ഡ് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതിനകത്തില്ല. ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, പേസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇത്രേ ഉള്ളൂ കാര്യം, പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രിക്ഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഫ്രിക്ഷൻ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്ത ശേഷമേ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ ഉണ്ടാകത്തുള്ളൂ, അത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഫോൾഡർ കണ്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഫ്രിക്ഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്തില്ല. പിന്നെ നിങ്ങൾ മാനുവലായിട്ട് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഷെയ്ഡർ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ അതിൻ്റെ ഉള്ളിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നുള്ളൂ. അതിൽ എളുപ്പമാണ്. പ്രോഗ്രാം ആദ്യം ഓപ്പൺ ചെയ്ത ശേഷം ക്ലോസ് ചെയ്ത ശേഷം പ്ലഗിൻസ് വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇനി നമുക്ക് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ആയോ നോക്കാം, വല്ല എററും കാണിക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം ഇവിടെ ഫ്രിക്ഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നമുക്ക് മിനിമൈസ് ചെയ്തിടാം കേട്ടോ. ഓക്കെ. എറർ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്ലഗിൻസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്ലഗിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അത് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് FPS ഒക്കെ ചൂസ് ചെയ്യാനുണ്ട്, ഫ്രെയിംസ് എത്ര വേണമെന്ന് ചൂസ് ചെയ്യാം, സീൻ്റെ നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനങ്ങനെ കൊടുത്തു. ഓക്കെ. ഇവിടെ ബ്ലാങ്ക് ആണ്, ഫുള്ള് ബ്ലാങ്ക് ആണ് കാണിക്കുന്നത്. ഇവിടെ നമുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം, നമുക്കൊരു റെക്റ്റാങ്കിൾ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് അതിന് കളർ കൊടുക്കാം, ഫ്ലാറ്റ് എന്ന് കൊടുത്തു. നമുക്കൊരു റെഡ് കളർ കൊടുക്കാം. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഇത്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്ലഗിൻസ് ആഡ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ഈ ഒരു ഈ വ്യൂവറിനകത്ത് തന്നെ റൈറ്റ് ക്ലിക്ക് കൊടുത്തുകൊണ്ട് റാസ്റ്റർ എഫക്ട്സ് ചെന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതല്ലാതെ തന്നെ താഴെ കാണുന്നതാണ് ടൈം ലൈൻ. ഓക്കെ. ഈ ടൈം ലൈനിലും നമുക്ക് ലെയർ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ആക്ഷൻസ് ചെയ്യുന്ന റാസ്റ്റർ എഫക്ട്സിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പ്ലഗിൻസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇഷ്ടം പോലെ പ്ലഗിൻസ് ഉണ്ട് കേട്ടോ. അപ്പം ചിലതൊക്കെ ഇമേജുകൾക്ക് വേണ്ടിയുള്ളതാണ്, സാധാരണ ഇതുപോലുള്ള ലെയറിന് വേണ്ടിയുള്ളതല്ല. ഇവിടെ ജനറേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതിനകത്ത് നമുക്ക് കുറേ സ്കൈ ക്രിയേറ്റ് ചെയ്യുന്നതും ക്ലൗഡി സ്കൈ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോളിംഗ് ഫയർ, അങ്ങനെ പല രീതിയിലുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സീസ്കേപ്പ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്, ഒരു ചെറിയൊരു കടലുണ്ടാക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് കടൽ, കണ്ടില്ലേ. ഈ കടൽ ഇങ്ങനെ തന്നെ കിടക്കുകയല്ല കേട്ടോ, വെറൊരു ഇമേജ് അല്ല. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരുത്താം. ഓക്കെ. നമുക്ക് സൂം ഔട്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ ടൈം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ടൈം മാറ്റി കഴിഞ്ഞാൽ കണ്ടില്ലേ കടലിന് വ്യത്യാസം വരുന്നുണ്ടോ. ഏതോ ഒരു ബോട്ടിൽ കിടന്ന് നമ്മൾ ഒഴുകുന്ന പോലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതല്ലാതെ വേറെയും പ്ലഗിൻസ് ഉണ്ട്. റാസ്റ്റർ എഫക്ട്സിനകത്ത് നിന്ന് ജനറേറ്റിനകത്ത് നിന്ന് റോളിംഗ് ഫയർ എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ ഒരു തീ ആഡ് ചെയ്യുന്നതായിരിക്കും, അല്ലേ. ഇപ്പോൾ ഈ തീ ആനിമേറ്റ് ചെയ്യാൻ ഇവിടെ ടൈം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തീ ഇങ്ങനെ മാറ്റം വരുന്നത് കാണാൻ പറ്റും. ഓക്കെ. അപ്പം അത്രയും കാര്യമുള്ളൂ. വീഡിയോ ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ കൂടുതൽ ഫ്രിക്ഷനെ പറ്റിയുള്ള ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഉണ്ടാക്കിയ പ്ലഗിൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നേരിട്ടാൽ യൂട്യൂബിൽ അയക്കല്ല, അത് നിങ്ങൾ ഗിറ്റ് ഹബിനകത്ത് വന്നിട്ട് അവിടെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾ ആ പ്രശ്നം എന്താണ് നേരിടുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സഹിതം എനിക്ക് അയക്കുക. അതായത് എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് പറയാം. ഓക്കെ.